ലോക്കപ്പിലുണ്ട്. സംശയാസ്പദമായി ഞങ്ങൾ പിടിച്ചതാണ്. എത്ര ചോദിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം കല്ലറയിൽ പോലീസുകാരുമായി ഏറ്റുമുട്ടിയ കോൺഗ്രസുകാരെവിടെയുണ്ടെന്ന് അവൻ പറഞ്ഞില്ല. എന്നെപ്പോലെ ഒരു കോൺഗ്രസ് അനുഭാവി എന്നതിലപ്പുറം ഒരു ആക്രമണത്തിനോ സമരത്തിനോ പോകുന്ന ആളല്ല കൊച്ചപ്പിപ്പിള്ള. കൃഷ്ണൻ അറിയാമല്ലോ, ഇവിടെ ചില ആൾക്കാർക്കൊരു എല്ല് കൂടുതലാ, ഒരമിതാവേശം. ദിവാന്റെ നിയമമനുസരിച്ച് മാന്യമായി ജീവിച്ചാൽ ഇവിടം സ്വർഗമാക്കും ദിവാൻ. എത്ര വലിയ സ്വർഗമാണെങ്കിലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ തടവറ തന്നെയാണത്. ഈ ആവേശവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. നിങ്ങളോടൊരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? കൊച്ചപ്പിപ്പിള്ളയെ എന്നോടൊപ്പം വിടണം. അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിന് അത് വഴിതെളിക്കും. നാട്ടിൽ കലാപമുണ്ടാകും, നാട് നശിക്കും. ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അത്രമേൽ പൊറുതിമുട്ടിയാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത്. കലിതുള്ളി വരുന്ന കടലുപോലെ ജനമിളകി വരും. കൊച്ചപ്പിപ്പിള്ളയെ ഞങ്ങൾ വിട്ടുതരാം. ചില സഹായങ്ങൾ ഞങ്ങൾക്കും ചെയ്തു തരണം. മാന്യമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ സാധിച്ചു തരും. ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒരു ഏർപ്പാടുണ്ടാക്കി തരണം. അത് ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേയുള്ളൂ. ഭരതന്നൂരിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരവും ചായയും ഞാൻ എത്തിക്കാം. പുകയ്ക്കാൻ വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്. വലിയ ഉപകാരം. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ കൊച്ചപ്പിപ്പിള്ളയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് മാപ്പാക്കണം. ജനങ്ങൾ ഉപദ്രവിക്കാതെ ഞങ്ങളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം. സമരക്കാരുമായി ഞാൻ സംസാരിക്കാം. ഒരു പരിധിവരെ അവർ കേൾക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അവരോടെന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആദ്യം കൊച്ചപ്പിപ്പിള്ളയെ വിട്ടുതരണം. അത് ചെയ്യാം. നിങ്ങളെ വിശ്വസിച്ചാണ് ചെയ്യുന്നത്. ഞങ്ങളെ ചതിക്കരുത്. പിസി, ശക്തമായ ദിവാൻ ഭരണത്തിനെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും സമരം ചെയ്യുന്നത് വിഡ്ഢിതമാണ്. എതിർക്കുന്നവരെ നേരിടാൻ എല്ലാ ശക്തിയും അവർക്കുണ്ട്. കൃഷ്ണൻ ഇവിടുത്തെ ആൾക്കാരോട് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ബ്രിട്ടീഷുകാർക്ക് അധികകാലം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും മനസ്സിൽ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ മഹാരാജ്യത്തിന്റെ മുക്കിലും മൂലയിലും അരിച്ചെത്തുന്ന വെള്ളി വെളിച്ചവുമായി സ്വാതന്ത്ര്യത്തിന്റെ ഒരു സൂര്യനുദിക്കും. കൃഷ്ണേട്ടാ, ഞാൻ മരിച്ചു പോകും. എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. കൊച്ചപ്പിപ്പിള്ളേ, സമാധാനപ്പെടൂ. പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പേർ ജീവൻ ബലികൊടുത്തിട്ടുണ്ട്. നിന്നെപ്പോലെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ക്രൂരമർദ്ദനമേറ്റ് ശബ്ദം നിലച്ചവർ, കണ്ണു നഷ്ടപ്പെട്ടവർ, കർണം തകർന്നവർ ഒരുപാടുണ്ട്. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നീയും ഈ മർദ്ദനവും വേദനയും സഹിച്ചത്. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. നാട് നശിക്കാതിരിക്കാൻ ഇപ്പോൾ സഹനവും സമാധാനവുമാണ് വേണ്ടത്. എന്നെങ്കിലും ഒരു പുലരിയിൽ 1000 ഖണ്ഡങ്ങളിൽ നിന്നുയരുന്ന ആരവങ്ങളുമായി ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ചരിത്രത്തിന്റെ നിറം മങ്ങാത്ത പേജുകളിൽ നിന്റെ പേരുമുണ്ടാകും, തങ്കലിപികളിൽ. കൊച്ചപ്പിപ്പിള്ളേ, അവർ വല്ലാതെ ഉപദ്രവിച്ചു. ശരീരം മുഴുവൻ നീരാണല്ലോ. ഇത് ചെയ്തവനെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. നിങ്ങളാരും പ്രശ്നങ്ങളിലേക്ക് പോകരുത്. സബ് ഇൻസ്പെക്ടറുമായി സംസാരിച്ച് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തുപോയി. അത് നിറവേറ്റിയിട്ട് എല്ലാവരുമായി ഞാൻ സംസാരിക്കാം. അതുവരെ എല്ലാവരും സമാധാനം പാലിക്കണം. നമുക്ക് കല്ലറയിലേക്ക് പോകാം. 100 കണക്കിന് ആൾക്കാർ കൊച്ചപ്പിപ്പിള്ളയെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, നിന്റെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന്. ജീവൻ മാത്രം തിരിച്ചു കിട്ടി. ഞാൻ അനുഭവിച്ച പീഡനങ്ങളും വേദനയും ഒരു പ്രതിജ്ഞയായി ഞാൻ എടുക്കുന്നു. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്റെ ജീവന്റെ അവസാന തുടുപ്പും ഞാൻ വിനിയോഗിച്ചിരിക്കും. പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി ഞാനുണ്ടാകും ഒരുപടി മുമ്പിൽ. എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണം. സംഭവ ബഹുലമാകാൻ പോകുന്ന ചരിത്രത്തിലേക്കുള്ള യാത്ര. കല്ലറയിലേക്കുള്ള കൊച്ചപ്പിപ്പിള്ളയുടെ യാത്രക്കിടയിൽ 100 കണക്കിന് ആളുകൾ ഒപ്പം കൂടി. പ്രതിഷേധവും പ്രതികാരവും കൊണ്ടുരുണ്ടുകൂടിയ കാർമേഘങ്ങൾക്ക് കനം പ്രാപിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിച്ച മണ്ണിൽ സ്ഫടിക കണിക പോലെ ആവേശത്തിന്റെ നീർത്തുള്ളി പെയ്തിറങ്ങി. സ്വച്ഛത തേടി ഒഴുകിയ അരുവികളും പുഴകളും നിറഞ്ഞു കവിഞ്ഞു. കുഞ്ഞോളങ്ങൾ തിരമാലകളായി മാറി. അണമുറിയാത്ത ആവേശം ആർത്തിരമ്പി വരുന്ന അലകടലായി. അക്ഷമയോടെ കാത്തിരുന്ന കല്ലറയിൽ മറ്റൊരു സംഭവം അരങ്ങേറി. പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊച്ചപ്പിള്ളയുടെ വിവരമറിയുന്നതുവരെ എല്ലാവരും സമാധാനം പാലിക്കണം. എല്ലാവരും തോക്കുകൾ താഴെ വയ്ക്കണം.
കൊച്ചപ്പിള്ളയുടെ പേര് പറഞ്ഞേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പട്ടാളം കൃഷ്ണന്റെ മധ്യസ്ഥ ശ്രമം ഫലിച്ചില്ലെങ്കിൽ നമുക്ക് കോൺഗ്രസിന്റെ പതാകയുമേന്തി സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം നടത്താം. സ്റ്റേഷന് മുന്നിൽ പോയി കുത്തിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസിന്റെ പതാക ഏന്തി തന്നെ പോകാം. പക്ഷേ അത് തോക്കിന്റെ കുഴലിലേക്ക് കെട്ടു ഞങ്ങള്. ഇമ്പീരിയൽ കമ്പനിയുടെ കാറും ലോറിയുമാണ് വരുന്നത്. അടഞ്ഞിരടാ ഹറാം പറഞ്ഞമാരുടെ വണ്ടി. ജമാലെ, നീ കൂടെ ഇങ്ങനെ ആവേശം കാണിക്കരുത്. ജനത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ഇനി നിയന്ത്രിച്ചിട്ടൊന്നും കാര്യമില്ല വൈദ്യരെ. എല്ലാം തീരുമാനിച്ചിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ആർക്കാടാ പട്ടികളെ എന്റെ വണ്ടി തടഞ്ഞിടാൻ ധൈര്യം വന്നത്? തിരുവനന്തപുരം അടക്കി ഭരിച്ച പോലീസ് ഓഫീസറാണടാ ഞാൻ, ഉണ്ണികൃഷ്ണപിള്ള. എന്തിനാടാ കഴിവരുടെ മക്കളെ റോഡും മരങ്ങൾ മുറിച്ചിട്ടടച്ചത്? പറയണടാ, ഇല്ലെങ്കിൽ എല്ലാറ്റിനെയും ചുട്ടുകൊല്ലും ഞാൻ. എടാ പറയാൻ. എന്താടാ നീ കാണിച്ചത്? തോക്കും കൊണ്ട് വെടിവെക്കാൻ വരുന്നവനെ ഇതല്ലാതെ പിന്നെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണോ? കത്തിക്കടവന്മാരുടെ വണ്ടി. മഹാത്മാഗാന്ധിക്ക് ജയ്, ഭഗത് സിംഗ് ക്ക് ജയ്, ചന്ദ്രശേഖർ ആസാദ് ക്ക് ജയ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. കൊച്ചപ്പിള്ള സ്റ്റേഷനിൽ വിട്ടു. ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഭഗത് സിംഗ് ക്ക് ഭഗത് സിംഗ് ക്ക് ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. കൊച്ചുപിള്ളക്ക് ജയ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. കൊച്ചപ്പിള്ളേ, ഇത് കണ്ട ഇടിയും ചവിട്ടും കൊണ്ട് നീര് വീർത്ത എന്റെ ശരീരം. ഓരോ ഇടിയും നിങ്ങൾക്ക് വേണ്ടിയാ കൊണ്ടത്, ഈ നാടിനു വേണ്ടി. ഇടി കൊണ്ട് തളർന്നപ്പോ എന്റെ കണ്ണിൽ നെറ്റ് വീണ കണ്ണീരിനും നെഞ്ചു കലങ്ങിയപ്പോ ഞാൻ തുപ്പിയ ചോരയ്ക്കും വല്ലാത്തൊരു മണമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ നാട്ടുകാരുടെ ഹൃദയത്തിൽ വിടർന്ന പനിനീർ പൂവിന്റെ മണം. പിള്ളേ, നിന്റെ ഒരു തുള്ളി ചോര വീണിട്ടുണ്ടെങ്കിൽ ഒരു കുടം ഞങ്ങൾ പകരമെടുത്തിട്ടുണ്ട്. നിനക്ക് പകുതി ജീവൻ പോയെങ്കിൽ ഇവന്റെ മുഴുജീവനും ഇപ്പൊ പോകും. താ കിടക്കുന്നത് കണ്ടോ, വായും പിളർന്നു. നിന്നെ തല്ലിയതുപോലൊരു പോലീസുകാരൻ. വേണ്ട, വേണം വൈദ്യരെ. ഇവനും ഇന്ത്യക്കാരനാണ്. ഇവന്റെ മക്കൾക്ക് കൂടി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് നൂറുകണക്കിന് ദീനദേശാഭിമാനികൾ ജീവൻ ബലി കൊടുത്തത്. ആയിരങ്ങൾ മർദ്ദനമേറ്റ അവസരായത്. കാക്കിയിട്ടതിന്റെ അഹങ്കാരത്തിൽ മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇവനൊന്നും ഇനി ജീവിച്ചിരിക്കരുത്. ഇനി നമുക്ക് വിശ്രമമില്ല. തിരിച്ചൊരു ഗംഭീരാക്രമണം പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ശത്രുക്കളെ നേരിടാം. എല്ലാരും പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാൻ തയ്യാറാകൂ. എല്ലാരും പരസ്പരം ഒന്നുകൂടി കണ്ടോളിൻ. നമ്മൾ ആരൊക്കെ നാളെ ജീവിച്ചിരിക്കുമെന്നറിയില്ല. നാളെ വരുന്നൊരു തലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, ചോരതീരാക്കി പണിയെടുക്കുന്നവർക്ക് വിയർപ്പിന്റെ വില കിട്ടാൻ, പെറ്റമ്മയെയും മക്കളെയും ഉപേക്ഷിച്ച് ജീവൻ കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഭാരത് മാതാ കീ ജയ്. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് സ്വയം ശക്തി പ്രാപിച്ചുയർന്നു വന്നവർ ഒരു പുതിയ പാഠം പഠിച്ചു. മുന്നിൽ നിൽക്കുന്ന സാഹചര്യങ്ങളെ അതേ സാഹചര്യങ്ങൾ കൊണ്ട് നേരിടുക, സായുധശക്തിയെ സായുധശക്തി കൊണ്ട് നേരിടുക. മലയോരദേശത്തെ ഊടുവഴികളിലൂടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ജനങ്ങൾ ഒഴുകിയെത്തി. മഹാസമുദ്രം പോലെ ഇരമ്പൽ കൊണ്ട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പടപുറപ്പാട്. പട്ടാളം കൃഷ്ണൻ ഒത്തുതീർപ്പ് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അവനും ആ സമരക്കാരോട് ചേർന്ന് കാണുമോ? പട്ടാളം കൃഷ്ണൻ പറഞ്ഞാലൊന്നും അവന്മാര് കേൾക്കില്ലേ മാനെ. സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കൾ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ആരും ചെവിക്കൊണ്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തു നിന്നും പോലീസ് എത്താൻ വൈകുന്നതിലാണ് എനിക്ക് വിഷമം. പെട്ടെന്നൊരു ആക്രമണത്തിനൊന്നും ഇവിടത്തുകാർക്ക് ധൈര്യം കാണില്ല.
നമ്മുടെ അടിയുടെ ചൂട് ഒരുപാട് അനുഭവിച്ചതല്ലേ? അങ്ങനെ ഒരു വിശ്വാസം ഉറപ്പിച്ചു.